ഒരു അപകടത്തിന്റെ വാർത്ത വരുന്നുണ്ട്. കോഴിക്കോട് നാദാപുരത്ത് KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ചേരുകയാണ്. സമീർ, എപ്പോഴായിരുന്നു ഈ അപകടം? അപകട കാരണം എന്താണ്? മറ്റു വിവരങ്ങൾ? ഹാഷ്മി, ക്രിസ്റ്റീന, അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നാദാപുരം ഗവൺമെന്റ് ആശുപത്രി പടിക്ക് സമീപത്ത് വെച്ചായിരുന്നു ഈ അപകടം. സ്വകാര്യ ബസ്സും KSRTC ബസ്സും കൂട്ടിയിടിക്കുകയായിരുന്നു. 40ഓളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 2 വാഹനങ്ങളിലായിട്ടുള്ള 40ഓളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ 3 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. അതിൽ KSRTC ഡ്രൈവർ ഉൾപ്പെടെയുള്ള 3 പേരുടെ ആരോഗ്യനിലയാണ് ഗുരുതരമായിരിക്കുന്നത്. ഇപ്പോൾ ഇവരെല്ലാം തന്നെ നാദാപുരം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യും. ആരോഗ്യനില അത്രമേൽ മോശമാണ് എന്ന കാര്യമാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. KSRTC ഡ്രൈവർ ആ വാഹനത്തിനകത്ത് തന്നെ കുടുങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് അതിന്റെ ഡോറ് വെട്ടിപ്പൊളിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ഈ ഡ്രൈവറെ പുറത്തിറക്കിയത്. ഈ അപകട കാരണം എന്താണ് എന്ന് വ്യക്തമല്ല. നേരിയ ഒരു മഴയും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ബ്രേക്ക് പിടിച്ചത് കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തെന്നി മാറിയത് കൊണ്ടോ ആയിരിക്കാം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനമാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ 3 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. കൈവേലിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സും അതുപോലെ തന്നെ വടകരയിൽ നിന്ന് നാദാപുരത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സും തമ്മിലാണ് ഈ കൂട്ടിയിടിച്ചുകൊണ്ടായിട്ടുള്ള അപകടം. 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3 പേരുടെ ഒരു പ്രശ്നം പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികളാണ് കൂടുതൽ പരിക്കേറ്റെന്ന് പറയുന്നത്, അങ്ങനെയാണോ? ഈ വാഹനത്തിൽ 2 വാഹനങ്ങളുമായിക്കൊണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഇപ്പോൾ 40ഓളം പേരാണ് ഉള്ളത്. 2 വാഹനങ്ങളായിക്കൊണ്ട് പരിക്കേറ്റവർ. അതിൽ വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ മറ്റ് ജോലിക്ക് പോകുന്നവരുണ്ട്, മറ്റ് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുമുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട്. അത് എത്രമാത്രം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അല്പസമയത്തിന് തന്നെ ലഭ്യമാകും. ഇപ്പോൾ ഇവരെല്ലാവരെയും നാദാപുരം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഹാഷ്മി. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.